കാവശ്ശേരി പരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ അവസാന ദിവസം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആചരിച്ചു. ശ്രീരാമ പട്ടാഭിഷേകവും മേളത്തിന്റെ അകമ്പടിയോടെയുള്ള രഥപ്രയാണവും ചടങ്ങുകളുടെ പ്രധാന ആകർഷണമായി. കർക്കിടക മാസാചരണങ്ങളുടെ സമാപന ദിനത്തിൽ ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കുചേർന്നു. കർക്കിടകത്തിന്റെ അവസാന ദിനത്തിൽ ശ്രീരാമ പട്ടാഭിഷേകം ഭക്തി നിർഭരമായി നടന്നു. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കൊപ്പം നടന്ന ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ പുണ്യസ്മരണകളെ ഉണർത്തിയ ചടങ്ങുകൾ ക്ഷേത്ര അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കി. ശ്രീരാമവർദ്ധനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ. ദുഷ്ടനാം രാവണൻ നഷ്ടനായിരുന്നു തുഷ്ടരായി വന്നിതോ ഞങ്ങളും ദൈവമേ. ലോക്കൽ സെക്രട്ടറി മുതൽ മന്ത്രിമാർ വരെ പ്രോട്ടോകോൾ അനുസരിച്ച് ആശംസാ പ്രസംഗം നടത്തും എന്ന് പറഞ്ഞിട്ട് ശ്രീരാമ പട്ടാഭിഷേകമാണ് കഴിഞ്ഞിരിക്കുന്നത്. ആ ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷം ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും പേര് വിളിക്കാതെ തന്നെ സ്റ്റേജിൽ കയറി ശ്രീരാമനെ ആശീർവദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. പട്ടാഭിഷേകത്തിന് പിന്നാലെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രഥപ്രയാണവും നടന്നു. കർക്കിടക മാസത്തിലെ ആചാരപരമായ ചടങ്ങുകൾക്ക് കൂടുതൽ ചാരുത പകരുന്നതായിരുന്നു രഥപ്രയാണം. ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്കായി വിപുലമായ അന്നദാനവും ഒരുക്കിയിരുന്നു. 2500ഓളം ഭക്തർക്ക് അന്നദാനം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയത്. ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം ക്ഷേത്രത്തിലെത്തിയ ഭക്തർ അന്നദാനത്തിൽ പങ്കെടുത്തു. ചടങ്ങുകളുടെ നടത്തിപ്പിന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബിനു വലിയവീടും ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ഗോപാലകൃഷ്ണൻ, കണ്ണൻ എന്നിവരും ക്ഷേത്രം മാനേജർ സീതാരാമനും നേതൃത്വം നൽകി. ക്ഷേത്ര ഭാരവാഹികളും ജീവനക്കാരും ഭക്തജനങ്ങളും ചടങ്ങുകളുടെ ഭാഗമായി. UTV ന്യൂസ്, പാലക്കാട്.